പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ സങ്കടപ്പെടുന്നവരുണ്ട്. ചില കാര്യങ്ങൾ ഓർത്ത് ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്. ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സ് ഇപ്പം തന്നെ ഭയപ്പെടുന്നവരുണ്ട്. കർത്താവെ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഐ കം വിത്ത് യു വെയറെവർ യു ഗോ എന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി ഇന്ന് തിരിച്ചു വരുമ്പോൾ അവർ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എല്ലായിടത്തും വിജയം ഉണ്ടായി തിരിച്ചു വരാൻ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ, നിൻ്റെ അമ്മ
ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമം തന്നെ ഞാൻ ആശീർവദിച്ചയക്കുന്നു. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞതിന് ഇന്ന് പറയാൻ പാടില്ല, പക്ഷെ അതേ രീതിയല്ല, അതിൻ്റെ അടുത്ത ഘട്ടങ്ങളാണ്. അതറിയാമോ, ഒരാഴ്ചയിൽ ഒരേ തീം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വിവിധമായ വശങ്ങളെ പിടികിട്ടും. ഒരു സ്കൂപ്പ് തന്നെ എടുത്തിട്ട് അതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ കാണിക്കുക. സംഭവം ഒന്ന് തന്നെ ആയിരിക്കും, അതിൻ്റെ എല്ലാ വശം 8 ദിക്കുകളെയും നമ്മൾ കാണിക്കും. ആ 8 ദിവസം അങ്ങനെ ദൈവവചനം ഡെയിലി ബ്രെഡ് മുന്നോട്ട് പോകും. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ നിർമ്മലൻ എന്ന് വചനത്തിലെ ഒരു നല്ല വാക്കുണ്ട്. നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നല്ല, എൻ്റെ നിർമ്മലൻ എന്ന് കിടക്കുന്നത് എൻ്റെയാണ്. സങ്കീർത്തനങ്ങൾ 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ, അപ്പം നിങ്ങൾ കേൾക്കുമ്പോർക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുന്ന വിഷയം മാത്രമാണിത്. കർത്താവിനെ വിശ്വസിക്കുമ്പോൾ എന്നെ വിശ്വസിക്കുന്നത് ഞാൻ മൂലം ജീവിക്കുന്ന ഈശോ പറഞ്ഞിട്ടല്ലേ, അതായിരിക്കും. അത് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തുമാത്രം പാതാളങ്ങളുണ്ടാകും. നമ്മൾ വീട് പോണ പാതാളങ്ങളില്ലേ, പാപമാകാം, ബിസിനസ് തകർച്ചയാകാം, ജോലി നഷ്ടമാകാം, വിസ പുതുക്കാത്തതാകാം, അങ്ങനെ പല പാതാളങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ. മക്കളില്ലാത്തതാകാം, കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നതാകാം, പല പാതാളങ്ങളുണ്ട്. ഈ പാതാളത്തിൽ വീഴാതിരിക്കാൻ എന്താ മാർഗം? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. ആരെയാണ് ഇത്തരം പാതാളത്തിലേക്ക്, തകർച്ചയിലേക്ക് വിടാത്തത്? ആരെയാണ് വിടാത്തത്? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. ആരാണ്? എൻ്റെ എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്. അതിനാണ് പ്രാധാന്യം. അത് ഈ എൻ്റെ കൂടെ, നിർമ്മലൻ്റെ കൂടെ എല്ലാ നിർമ്മലരും ചിലപ്പോൾ കർത്താവിൻ്റെതാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇപ്പം എന്തുമാത്രം ആൾക്കാർ, ഇപ്പം നിരീശ്വരന്മാരില്ലേ, നിരീശ്വരന്മാർ ദൈവത്തെ വിശ്വസിക്കാത്തവർ, ദൈവത്തെ പുച്ഛവും വെറുപ്പുമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ ജീവിതം നോക്കുമ്പോൾ അവർ നല്ല മനുഷ്യരാണ്. എല്ലാവരും ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നല്ല മനുഷ്യരുണ്ട്. എൻ്റെ അർത്ഥത്തിൽ നല്ലവണ്ണം കുടുംബം നോക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നവരുണ്ട്, നല്ലവണ്ണം അധ്വാനിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നല്ലവണ്ണം സത്യസന്ധമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ അവരാരും എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധമില്ല. നിർമ്മലനായിരിക്കും അവർ, പക്ഷെ എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നിർമ്മലം വെച്ചാൽ ദൈവത്തിൻ്റെ സ്വന്തം ആള്. അത് ഒരു ഭയങ്കര ഇതാണ്. ഇപ്പം യേശുക്രിസ്തുവിൻ്റെ സ്വന്തം എന്ന് പറഞ്ഞുള്ള വിഷയമില്ലേ, റോമ 1:6. യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവർ. അപ്പം അങ്ങനെ ഒരു വിളിയാണ് എൻ്റെ നിർമ്മലൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ സ്വന്തമാകുകയാണ്. അപ്പോൾ സ്വന്തമാകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അഭിരുചി ചില ആൾക്കാർക്ക് യേശുക്രിസ്തുവിനോട് ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പം അവരതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. കാര്യം സ്വന്തമാകണമെന്നുണ്ടെങ്കിൽ നമ്മളത് വില കൊടുത്ത് വാങ്ങേണ്ടതാണ്. ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി വില കൊടുക്കാൻ തയ്യാറാകത്തില്ല. അവർക്ക് കിട്ടുന്ന പ്രൊമോഷൻ്റെ പേര് വില കൊടുക്കും, ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന നല്ല സൽപ്പേരിന് വേണ്ടി വില കൊടുക്കും. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി വില കൊടുക്കാൻ ചിലർക്ക് ക്രിസ്തു അത്ര മൂല്യമൊരു വ്യക്തിയായിട്ട് അവർക്ക് തോന്നത്തില്ല. കാര്യം അതൊരു വിളിയാണ്. വിളി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ തോന്നത്തുള്ളൂ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു വിളി ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും ക്രിസ്തുവിന് വേണ്ടി വില കൊടുക്കണം. അതുകൊണ്ട് ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ സ്വയം പരിത്യജിക്കണം, തൻ്റെ കുരിശെടുക്കണം, കൂടെ വരണം. അപ്പം അത് പേയ്മെൻ്റ് ആണെന്ന് പറഞ്ഞത്. പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഈശോൻ്റെ പേരിലും കുരിശ് എടുത്തുകൊണ്ടായിരിക്കണം. കുരിശ് എന്ന് പറയുമ്പോൾ നമുക്ക് തൽക്കാലത്ത് കുരിശിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മരിച്ച് കുറേ കാലം കഴിഞ്ഞ് മാത്രമേ, അത് 1-2 ദിവസം കഴിഞ്ഞ് മാത്രമേ അതിൻ്റെ വരുമാനമുള്ളൂ. എന്താണ് കുരിശെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അപ്പോഴപ്പോൾ നമുക്ക് റിട്ടേൺസ് കിട്ടണം. കുരിശിന് മാത്രം കിട്ടത്തില്ല.
അതാണ് കുരിശിൻ്റെ പ്രത്യേകത. 3-ാം ദിവസം കത്തുന്നേക്കത്തുള്ളൂ. പ്രൊഫസർ പറഞ്ഞതല്ലേ, അപ്പോൾ കുരിശെടുക്കുന്ന കാലത്തൊന്നും റിട്ടേൺസ് ഇല്ല നമുക്ക്. അതിന് റിട്ടേൺസ് കുറേ കാലം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞാന്ന് പറയുമ്പോൾ 3 ദിവസം കഴിഞ്ഞ ഉടനെ നമ്മൾ ഡേറ്റ്, കലണ്ടറിലെ ഡേറ്റ് എണ്ണി വെക്കരുത്. ആ 3 ദിവസം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമാണ്. അടക്കി കർത്താവിൻ്റെ നിത്യതയിലാണ്. 3-ാം ദിവസം എന്ന് പറയുന്നത് നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചില കുരിശിൻ്റെ റീഫണ്ട്, ചിലർ എന്നെ മക്കൾ നോക്കണില്ല അച്ഛാ, എന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ. അവരെൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരെ തൽക്കാലത്തേക്ക് എന്തെങ്കിലും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലം കൊടുക്കുമെങ്കിലും അതല്ല എന്നെപ്പോലുള്ളവർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്താ കാര്യം? അത് ചെയ്തിട്ട് അത് മാത്രം ചെയ്യാൻ റോട്ടറി ക്ലബ്ബുകാർ മതി ഇവിടെ. അങ്ങനെ ഒരു പുരോഹിതൻ്റെ ആവശ്യമില്ല. ഒരു ഡിപ്രൈവഡ് ആയിട്ട് വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കിയ മാതാപിതാക്കന്മാർ അവരൊരു പുരോഹിതനടുത്ത് വരുമ്പോൾ നമ്മൾ അവർക്കൊരു അഭയം കൊടുക്കണം. പക്ഷേ ആ അഭയം പരിപാടി എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ റോട്ടറി ക്ലബ്ബുകാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ അനാഥാലയങ്ങളൊക്കെ നടത്തുന്ന ഒത്തിരി പേരില്ലേ, ലേമാനുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റും. പുരോഹിതൻ അത് ചെയ്യേണ്ടതാണ്. പക്ഷെ പുരോഹിതൻ അത് മാത്രം ചെയ്താൽ പോരെ. എന്താ കാര്യം? ഇവർ പുറത്താക്കി ഈ മക്കളെ വളർത്തിയിട്ട് അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അപ്പം മക്കൾക്ക് വേണ്ടി പണ്ടെടുത്ത കുരിശ് മക്കൾ റീഫണ്ട് ചെയ്യുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? നിത്യത്തിലാണ് റീഫണ്ട് ചെയ്യണത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഭൂതകാലത്ത് മക്കൾക്ക് വേണ്ടി എടുത്ത കുരിശുകൾ കർത്താവിൻ്റെ നാമത്തിലേക്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറയും. നിങ്ങളത് നിങ്ങളുടെ പേരിലായിരുന്നല്ല അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ ഞാൻ അവന് വേണ്ടി ഉറക്കം നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിലാണ് അതെല്ലാം ചെയ്തിരുന്നത്. അതൊന്നും ഇപ്പം റീഫണ്ടബിൾ അല്ലെന്ന് കണ്ടാൽ പിന്നെ ചെയ്യാവുന്ന ഒരു അടുത്ത മാർഗം എന്ന് പറയുന്നത് അത് നിങ്ങൾ ക്യാരി ഓവർ ചെയ്തിട്ട് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. അതാണ് നിങ്ങൾ അതായത് എൻ്റെ നാമത്തിൽ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക എന്ന് പറയുമ്പോൾ നിത്യതയെ റീഫണ്ടബിൾ ആകുന്നതാണ് കുരിശെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ. ബാക്കി എന്ത് കുരിശെടുത്താലും ഇപ്പം നിങ്ങളെ കുത്തിയിരുന്ന് പഠിക്കണം, രാത്രിയും പകലും പഠിക്കുന്നു, നിങ്ങൾക്ക് 4 അക്ക ശമ്പളം കിട്ടുന്നു കുറച്ച് കഴിയുമ്പോൾ. അതൊന്നും കുരിശല്ല, പഠനമൊന്നും കുരിശല്ല. എന്താ കാര്യം? പഠിക്കണത് എന്തിനു വേണ്ടിയാണ്? അത് നിങ്ങളുടെ നിങ്ങൾ ജോലി എടുത്തിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റാനാണ്. പല അണ്ണന്മാർക്കും കുഴപ്പം എന്താ പറയുക, 84 വയസ്സ് 82 വയസ്സെന്നൊക്കെ പറഞ്ഞ് കണക്കൂട്ടി നോക്കുമ്പോഴേ ബാലൻസ് ഇല്ല. എന്താ കാര്യം? കർത്താവിന് വേണ്ടി എടുത്ത കുരിശുകളൊന്നുമില്ല. കുറേ കുരിശുകൾ ഭർത്താവിന് വേണ്ടി എടുത്ത്, കുറേ കുരിശ് ഭാര്യയ്ക്ക് വേണ്ടി എടുത്ത്, അതെല്ലാം നിങ്ങൾ തന്നെ അവിടേക്ക് നിന്ന് അതിൻ്റെ വരുമാനം മേടിച്ചു, അവരുടെ ആശ്വാസവും അവരുടെ സന്ധിപ്പൊക്കെ വാങ്ങിച്ച് ടാരിയായി പോയി. റീഫണ്ടബിൾ അല്ലാത്ത സാധനം when we take it in the name of Jesus Christ, that is the Holy Cross. ക്രോസും ഹോളി ക്രോസും ഉണ്ട്. ക്രോസും ഹോളി ക്രോസും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ എടുക്കുന്നതാണ് ഹോളി ക്രോസ് എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ വരുന്ന മനുഷ്യന്മാരെല്ലാം എടുക്കുന്നത് അവർക്ക് വേണ്ടി എടുക്കുന്ന കുരിശ് സാധാരണ കുരിശാണ്. റീഫണ്ടബിൾ അല്ലാത്തതും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുത്തിട്ട് യേശുക്രിസ്തു റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തിനെയാണ് കുരിശെന്ന് പറയണത്. അപ്പം അത് എൻ്റെ ഈ കുരിശ് കർത്താവിൻ്റെ നാമത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുരിശ് റീഫണ്ടബിൾ അല്ലെങ്കിൽ ആ കുരിശ് ഹോളി ക്രോസ് ആകാൻ സാധ്യതയുണ്ട്. അത് യേശുവിൻ്റെ നാമത്തിൽ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ നിർമ്മലനാകും. ഓക്കെ അല്ലേ? ക്രിസ്ത്യാനിയായിട്ട് ഇവര് കാര്യമല്ലേ, എൻ്റെ നിർമ്മലനാകണം, അത് സ്റ്റാറ്റസാണ്. ഓക്കെ അല്ലേ? താങ്ക് യു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവദർശനതയിൽ വ്യാപരിക്കുന്നവരെ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ആവശ്യമായ ചില സമയവും കാലവും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായി. അതുകൊണ്ട് തന്നെ അനുഗ്രഹത്തിൻ്റെ കാലങ്ങൾ, അതാണ് നമ്മൾ ആരാധനയിലെ വിഷയമാക്കുന്നത്. അനുഗ്രഹത്തിൻ്റെ കാലങ്ങൾ എപ്പോഴൊക്കെയാണ് ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്? ഏത് കാലത്താണ്? എങ്ങനെയാണ്? ഏത് കാലത്താണ്
നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നത്. എപ്പോഴാണ് ദൈവാനുഗ്രഹത്തിൻ്റെ ദൂതൻ എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ദൈവാനുഗ്രഹത്തിൻ്റെ ദൂതൻ അനുഗ്രഹത്തിൻ്റെ കാലം വിളംബരം ചെയ്തുകൊണ്ട് എവിടെ എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു? നമ്മുടെ ജീവിതത്തിൽ. അതാണ് നമ്മുടെ ശുശ്രൂഷയുടെ സന്ദേശ വിഷയം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ആരാധന. പാപമോചനത്തിനായുള്ള മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം ഏറ്റുപറഞ്ഞ്, പാപമോചനത്തിനായുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപകയോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പം നമ്മുടെ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ജീവിത മരുഭൂമിയിൽ കർത്താവിൻ്റെ വചനം എപ്പോഴും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദൈവസന്ദേശങ്ങൾ നമ്മൾക്കിങ്ങനെ 110-ാം സങ്കീർത്തനം പറയണ പോലെ, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് ദീപവും പാതയിലെ പ്രകാശവുമാണ്. പാതയിലെ പ്രകാശം കാലത്തിനൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കാം. കർത്താവിൻ്റെ ഓരോ വചനവും പ്രകാശത്തിൻ്റെ സ്രോതസ്സാണ്. അവിടുന്ന് ചുരുൾ നിവർത്തിയപ്പോൾ പ്രകാശം ചുരിഞ്ഞെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. അതുകൊണ്ട് ഓരോ വചനവും, ദൈവത്തിൻ്റെ ഓരോ വചനവും കാലപ്രകാശമാണ്. ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ പ്രകാശിക്കുന്ന വചനം ഏതാണ്? മരുഭൂമിയാണ്. മരുഭൂമിയിലാണ് ദൈവസാന്നിധ്യം പ്രത്യക്ഷപ്പെടുന്നത്. എങ്ങനെ? സ്നാപകൻ്റെ വേഷത്തിലെ. നമ്മുടെ മരുഭൂമിയിൽ സ്നാപകൻ്റെ വേഷത്തിലാണ് ആദ്യമായി ദൈവസാന്നിധ്യം പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് മരുഭൂമിയെ അതിജീവിക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കും. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്താ നമ്മൾ വായിച്ചത്? പാപമോചനത്തിനായുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പം നമ്മുടെ ജീവിതം ഇപ്പോൾ ഡള്ളാണ്. മരുഭൂമിയുടെ അവസ്ഥയാണ്. രോഗമാണ്. വരുമാന മാർഗ്ഗമില്ല. സമാധാനം, സന്തോഷമില്ല. ഹൃദയത്തിന്, കുടുംബത്തിന് സമാധാനമില്ല. ഇങ്ങനെ ഒരു വല്ലാത്തൊരു മരുഭൂമി. പ്രത്യേകിച്ച് തണൽ മരങ്ങളൊന്നുമില്ല കയറി നിൽക്കാൻ. നമ്മളെ സപ്പോർട്ട് ചെയ്തവരെ, നമ്മളെ സന്ധിക്കുന്നവരെ, സംരക്ഷിക്കുന്നവരെ, തണലും കുളിർക്കാറ്റുമൊക്കെ ജീവിതത്തിൻ്റെ വെയിലിൽ നൽകിക്കൊണ്ടിരിക്കുന്ന മരങ്ങൾ ചില സമയത്ത് വെട്ടിമാറ്റപ്പെടും. ചിലപ്പോൾ ആൾ മരിച്ചു പോകും. നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, അപ്പനായാലും അങ്കിളായാലും ആൻറ്റി ആയാലും ചില സമയത്ത് അവർ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകും. അപ്പം നമുക്ക് തണലില്ല. നമ്മൾ മരുഭൂമിയായി. ഈ മരുഭൂമിയാകുമ്പോൾ നമ്മളുടനെ നിരാശപ്പെട്ടു. ആൻറ്റി മരിച്ചു പോയില്ല, അങ്കിൾ മരിച്ചു പോയില്ല, അപ്പം മരിച്ചു പോയില്ല, ഇനി ആരുണ്ട്, എന്ത്, ഇങ്ങനെ നമ്മൾ സങ്കടപ്പെട്ട് കിടക്കും. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഇതാണ്. ഈശോ ഒരു വാക്ക് ഇടക്ക് പറഞ്ഞേ, നിങ്ങൾ ഭൂമിയിൽ ആരെയും അപ്പാ എന്ന് വിളിക്കേണ്ടെന്ന്. അപ്പനല്ലാത്തതുകൊണ്ടല്ല, അപ്പൻ്റെ സ്ഥാനത്ത് നിങ്ങളെ ആശ്രയം വെക്കേണ്ടത് ദൈവത്തെ മാത്രമാണെന്നാണ്. ഇപ്പോൾ 10-ാം അധ്യായമില്ലേ, മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 23-ാമത്തെ വാക്യം, നിങ്ങൾ ഭൂമിയിൽ ഏറ്റു പറഞ്ഞ്, നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. അപ്പൻ്റെ സ്ഥാനത്ത്. കാരണം നമ്മുടെ അപ്പന്മാർ ഒക്കെ
ഒരു ടൈം കഴിയുമ്പോൾ അവരുടെ സമയം പൂർത്തിയാക്കി അവർക്ക് പിരിഞ്ഞു പോകേണ്ടി വരും. പിന്നെ നിലനിൽക്കുന്നത് എന്താണ്? പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഐസേക്ക് വെളിപാട് കൊടുക്കുമ്പോൾ അവൻ നിത്യനായ പിതാവ്, സമാധാന പ്രഭു എന്നൊക്കെ പറയണത്. അവൻ നിത്യനായ പിതാവ്. പിതാവെന്ന് പറയുമ്പോൾ ബൈബിൾ എപ്പോഴും പറയും കാലികമായ പിതാക്കന്മാരുണ്ട് മനുഷ്യർക്ക്, പിന്നെ നിത്യനായ പിതാവുണ്ട്. ഈശോനെക്കുറിച്ച് പറയണത് അവൻ നിത്യനായ പിതാവെന്നാണ്. ആരെല്ലാം മരിച്ചാലും കർത്താവിനും മരണമില്ലാതെ നിലനിൽക്കും. അതുകൊണ്ടാണ് അവിടത്തേക്കിനും മരണമില്ലെന്ന് പൗലോസ് പറയണത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശയ്യാ 9:6 ഇപ്പോൾ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ നിത്യനായ പിതാവ്, സമാധാന പ്രഭു. അപ്പോഴിപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ അപ്പൻ്റെ സ്ഥാനത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, സന്ധിക്കുന്ന, സംരക്ഷിക്കുന്ന ആരായാലും ഇവരാരും നിത്യമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്ന് പറയണം. അപ്പൻ്റെ സ്ഥാനത്ത് ആരെയും ആശ്രയിക്കരുത്. അതുകൊണ്ടാണ് നിത്യനായ പിതാവ്. ഇപ്പം ദൈവത്തിൽ ആശ്രയിക്കാത്തവർക്ക് ശൂന്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനുഷ്യന്മാരിങ്ങനെ വിയോഗം പ്രാപിച്ചു കഴിയുമ്പോൾ ഒന്നുമില്ലായ്മയാകും. ഇതാണ് മരുഭൂമി എന്ന് പറയണത്. ഇങ്ങനെ നിൻ്റെ ജീവിതത്തിലൊരു മരുഭൂമിയാണ് ഇപ്പോഴെങ്കിൽ ഇതിനെ തരണം ചെയ്യാൻ, ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മരുഭൂമി വരണത്. അല്ലാതെ ശാപമായിട്ടൊന്നുമില്ല, ഭാഗമായിട്ട് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ മർക്കോസ് 1:4 മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ആരാണ്? അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അനുതാപത്തിൻ്റെ ഇപ്പം മരുഭൂമിയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? അനുതാപമാണ്. മരുഭൂമിയെ അതിജീവിക്കാനുള്ള ഇപ്പം ഒരു തണലില്ലാത്ത അവസ്ഥ രോഗമാണ്. ഇപ്പം ചില പറഞ്ഞില്ല അച്ഛാ രോഗം വന്നു കഴിഞ്ഞാൽ ചെറിയ മനുഷ്യരല്ല, വലിയ മനുഷ്യർക്കും രോഗങ്ങളെ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എത്രയോ വലിയ സെലിബ്രിറ്റികൾക്ക് ഈ രോഗം വന്നു അല്ലേ? കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു, ദൈവത്തിന് നന്ദി. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു കാലം ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ലേ? ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒരു മരുഭൂമിക്കാലം. പക്ഷേ ഈ കാലം വരുമ്പോൾ നമുക്ക് ചെയ്യാവുള്ളത് എന്താണ്? മരുഭൂമിയിൽ എപ്പോഴും വരണത് ആരാണ്? അനുദപിക്കാൻ. നീ ദൈവപൈതലാണെങ്കിൽ നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? അനുദപിക്കുകയാണ്.
അനുതപിക്കുക. അതാണ് അനുതാപത്തിൻ്റെ ജ്ഞാനസ്ഥാനം പ്രസംഗിച്ചുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ, സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പം ലോക്ക്ഡൗണിൻ്റെ കാലം ഇപ്പോൾ 8 മാസമായി. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് 2 മാസം കൊണ്ട് അവസാനിക്കുമെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴും പറയണത് മിക്കവാറും അടുത്ത മാർച്ച് വരെ പോകും. അടുത്ത മാർച്ച്. ഇപ്പം മാർച്ച് ടു മാർച്ച് മരുഭൂമിയാണ് നമ്മുടെ ജീവിതത്തിലെ. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? ദൈവസന്ധിപ്പ് ലഭിക്കാനുള്ള അനുതാപമാണ്. അനുതാപത്തോടുകൂടി, അനുതാപം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ചുമ്മാ നമ്മൾ പാപത്തെക്കുറിച്ചുള്ള ഒരു ദുഃഖവും സങ്കടവും അല്ല ഉദ്ദേശിക്കുന്നത്. അനുതാപത്തിന് എപ്പോഴും അനുതാപത്തിൻ്റെ പ്രവർത്തികളുണ്ട്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ആരാധന, 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 വളരെ പ്രാക്ടിക്കലായിട്ട് കണ്ടീഷൻ വർക്കൗട്ട് ചെയ്യണത്, അനുതാപം വർക്ക് ചെയ്യണത് അധരം കൊണ്ടല്ല. അനുതാപത്തിന് അനുതാപത്തിൻ്റെ പ്രവൃത്തികളുണ്ട്. അതിലൂടെ നമ്മൾ ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം ആരാണെന്ന് എനിക്കറിയാൻ പറ്റും. ഈ നമുക്കറിയാം സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് തന്നെ ആർക്ക് വേണ്ടിയാണ്? ബൈബിള്. ബൈബിളെന്ന് പറഞ്ഞാൽ ഉടനെ പറയാൻ ക്രിസ്ത്യാനികളുടെ വേദപുസ്തകം അല്ലേ? ദൈവം ഒന്നേ ഉള്ളൂ, വേദപുസ്തകം ഒന്നേ ഉള്ളൂ. ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന ആർക്കാണ്? എല്ലാ ജനങ്ങൾക്കും വേണ്ടി എഴുതിയിരിക്കുന്ന വചനമാണ്. അനുതപിക്കാൻ വചനം ആവശ്യപ്പെടുന്ന ആരോടാണ്? ക്രിസ്ത്യൻസിനോടാണ്? അല്ലെങ്കിൽ യഹൂദരോടാണ്? അല്ല, മുസ്ലിംസിനോടും ഹിന്ദുസിനോടും ലോകത്തിലുള്ള പാർസികളോടും എല്ലാവരോടും കൂടിയാണ് ദൈവവചനം ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ആരും അങ്ങനെ ധരിധരിക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ വചനം മനുഷ്യരാശിക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. അത് എല്ലാവർക്കും വേണ്ടിയാണ്. ഇപ്പോൾ എത്രയോ പേരാണ് ഈ വചന അക്രൈസ്തവർ കേൾക്കുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ അനുതാപത്തിൻ്റെ സുവിശേഷ ജ്ഞാനസ്ഥാനത്തിന് വേണ്ടി പ്രഭാഷണം കഴിഞ്ഞപ്പോൾ എന്താണ്, ജനക്കൂട്ടം അവൻ്റെ അടുത്തേക്ക് വന്നതാണ്. അല്ലാതെ യഹൂദർ വന്നതെന്നല്ല പറയണത്. ജനക്കൂട്ടം അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ജനക്കൂട്ടം ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അനുതാപത്തിൻ്റെ ജ്ഞാനസ്ഥാനം അങ്ങ് പ്രസംഗിച്ചു, ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ജനക്കൂട്ടത്തോടാണ് ദൈവവചനം പറയണത്. അതിൻ്റെ അകത്ത് അക്രൈസ്തവരുണ്ട്, അല്ല ആ യഹൂദന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പട്ടാളക്കാർ റോമക്കാരാണ്, തുങ്കക്കാർ അവരും റോമക്കാരാണ്. ഇവരാരും യഹൂദരല്ല. ദാറ്റ് മീൻസ് എൻ്റയർ പബ്ലിക്കിനോടാണ് സംസാരിക്കുന്നത് കർത്താവിൻ്റെ വചനം. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന അക്രൈസ്തവരൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ബൈബിളിലെ അനുഗ്രഹം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് ദൈവത്തിൻ്റെ എല്ലാ മക്കൾക്കും വേണ്ടിയുള്ളതാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ആരാധന, ഹോസാന, ഹല്ലേലൂയ, ഹോസാന, ഹല്ലേലൂയ, ഹോസാന, ഹല്ലേലൂയ, ഹോസാന, ഹല്ലേലൂയ, ഹോസാന, ഹല്ലേലൂയ, ഹോസാന, ഹല്ലേലൂയ. ശ്രുതികടേ ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, 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 ഹല്ലേലൂയ, 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 ആരാധന, 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 യേശുവേ മഹത്വം, 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 ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, യേശുവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3:10 യോഹന്നാൻ്റെ അനുതാപത്തിന് വേണ്ടിയുള്ള ആഹ്വാനം, ദൈവവചന പ്രഘോഷണം കഴിയുമ്പോൾ ജനങ്ങൾ വന്ന് ചോദിക്കുന്നതാണ്,
യോഹന്നാൻ 3:10 അല്ല, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 10-ാം വാക്യം. ജനക്കൂട്ടം അവനോട് വന്ന് ചോദിച്ചു, അല്ലാതെ യഹൂദന്മാരൊന്ന് ചോദിച്ചു, ക്രിസ്ത്യൻസ് വന്ന് ചോദിച്ചു, അങ്ങനെയല്ല. ഇത് എൻ്റയർ കമ്മ്യൂണിറ്റി, പബ്ലിക് വന്ന് ചോദിക്കുകയാണ്, പൊതുജനം വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു മരുഭൂമിയുടെ അവസ്ഥയാണ് നിങ്ങളെങ്കിൽ, കർത്താവിൻ്റെ ദൈവികമായ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വാട്ട് വി ഷുഡ് ഡു, അതാണ് ചോദിക്കണവരെ. അപ്പോൾ അനുതാപത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് യോഹന്നാൻ പറയും, നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയും. എന്ത് ജാതിയായാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും, ക്രിസ്ത്യാനിയാണെങ്കിലും അല്ലെങ്കിലും, യു മസ്റ്റ് ഷെയർ. തണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം, വിഭവങ്ങളെ ഷെയർ ചെയ്യണം. അച്ഛൻ്റെ വചനം കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വചനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കുള്ളത് ഇല്ലാത്തവരെ പങ്കുവെച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ബ്ലെസ്ഡ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് ദൈവ മനസ്സനുസരിച്ചുകൊണ്ട് ഇല്ലായ്മക്കാരുമായി എൻ്റെ ഉണ്മ എനിക്കുള്ളത് പങ്കുവെക്കാനുള്ള അഭിഷേകം നൽകണമേ. ശ്രുതികടേ പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഭക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണമല്ല വിഷയം. ഇപ്പോൾ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എല്ലാം അതിൻ്റെ അകത്തുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരുത്തന്നെ ജോലി വാങ്ങിച്ചു കൊടുത്തു, അപ്പോൾ അല്ലെങ്കിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഒരു PSC ടെസ്റ്റ് തന്നെ അവർ മറന്നിരിക്കുകയാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത അനുതാപ പ്രവർത്തനമാണ്. ഒരു നേഴ്സിംഗ് പരീക്ഷ വരുന്നു, അത് മറന്നിരിക്കുന്നവരെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണില്ലേ, നിങ്ങൾ എഴുതണില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിനുള്ള മാർഗം കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം എന്നിട്ട് ദൈവനാമത്തിൽ അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴികളാണ് അച്ഛൻ പറയണത്. ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുമ്പോൾ ഭക്ഷണത്തിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കണം. അല്ല ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണമല്ല വിഷയം. ഏതെല്ലാം മാർഗത്തിലൂടെ ആ കുടുംബത്തെ കരകയറ്റി കൊണ്ടുവരാൻ പറ്റും അത് കാണിച്ചു കൊടുക്കണം. അത് ദൈവനാമത്തിലാകുമ്പോഴേ അത് അനുതാപത്തിൻ്റെ പ്രവർത്തനമാകും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഇതൊക്കെ എല്ലാവരും ചെയ്യണ കാര്യങ്ങളാണ്. മനുഷ്യന്മാരൊക്കെ പകുതി മുക്കാലും നല്ല മനുഷ്യരാണ്. കുറച്ച് പേർക്ക് മാത്രമേ മറ്റുള്ളവർ നന്നാകുന്നതിനുള്ള നെഞ്ചുവേദനയൊക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ 60% മനുഷ്യരും നല്ല മനുഷ്യരാണ്. പക്ഷെ പ്രോബ്ലം അതല്ല പ്രശ്നം. ഇങ്ങനെ ചെയ്യണ കാര്യം അവരുടെ ക്രെഡിറ്റിലാണ് അവർ ചെയ്യണത്. ഞാനല്ലേ നിനക്ക് ജോലി വാങ്ങിച്ചതെന്നും പറഞ്ഞുകൊണ്ട് മരണം വരെ അവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കും. അപ്പോഴത് നമ്മുടെ ക്രെഡിറ്റിലായി. നമുക്ക് സഹായിക്കാൻ അവസരം കിട്ടി, സഹായിച്ചു, ദാറ്റ്സ് ഓൾ. പിന്നെ നമ്മൾ അതിൻ്റെ പങ്ക് പറ്റാൻ വേണ്ടി
അവരുടെ ബഹുമാനം ആദരവൊക്കെ പറ്റാൻ വേണ്ടി നടക്കുമ്പോഴാണ് അത് നമ്മുടെ വകുപ്പിലായി പോകുന്നത്. മറിച്ച് അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോഴാണ് അനുതാപത്തിൻ്റെ അനുഗ്രഹമായി വരുന്നത്. അതായത് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മളത് ചെയ്യുമ്പോൾ ദൈവനാമത്തിൽ ചെയ്യണമെങ്കിൽ വലിയ അനുഗ്രഹം ലഭിക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഇങ്ങനെയുള്ള സൽപ്രവൃത്തികൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി അനുതാപ പ്രവർത്തനങ്ങൾ പോലെ ചെയ്ത് കൃപ പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. നിങ്ങളെ വീണ്ടും അയക്കണമേ, നെഞ്ചനമുണർന്നിടുവാൻ. നിങ്ങളെ വീണ്ടും അയക്കണമേ, നെഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന് അറിയാവോ? അതായത് അക്രൈസ്തവ സഹോദരങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്കും കൂടി രക്ഷപ്പെടാനും അനുഗ്രഹം പ്രാപിക്കാനും വേണ്ടിയുള്ള ദേവജസ്സുകളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതെന്ന് മനസ്സിലാക്കണം. ഇപ്പം അതിനകത്ത് ചുങ്കക്കാർ വരുന്നില്ല. ചുങ്കക്കാർ ശരിക്കും പറഞ്ഞാൽ ബൈബിൾ ഓഡിയൻസ് അല്ല, യഹൂദന്മാരാണ് ബൈബിൾ ഓഡിയൻസ്. ഇപ്പം യഹൂദന്മാരായാലും ക്രൈസ്തവരായാലും അവരെല്ലാം സപ്ലൈ ഓഫീസിൻ്റെ ചുമതലയേ ഉള്ളൂ. ദൈവം കൊടുത്തിരിക്കുന്ന സംഭവം ജനങ്ങൾക്ക് വിതരണം ചെയ്യുക. ആ ജനങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പട്ടാളക്കാരുണ്ട്. പട്ടാളക്കാർ വന്ന് ചോദിച്ചു, ഇപ്പം 3:14 ലുക്കായുടെ സുവിശേഷം ആ പട്ടാളക്കാർ മൊത്തം റോമക്കാരാണ്. അവർ വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, ഗുഡായിസം കാണിക്കരുത്, കൊട്ടേഷൻ പരിപാടിയൊന്നും കാണിക്കരുത്, മസിൽ പവറൊന്നും കാണിക്കരുത്, ദാർഢ്യം കാണിക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ മനുഷ്യനോട് മാർദ്ദവത്തോടെ മനുഷ്യത്വത്തോട് പെരുമാറണ പോലും ദൈവനാമത്തെ കാഴ്ചവെച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ശക്തിപ്പെടും. പ്രാർത്ഥിക്കുക, കർത്താവേ മറ്റുള്ളവരോട് ദാർഢ്യമില്ലാതെ ഈശോയെ ഹൃദയംഗമായിട്ട് പെരുമാറി എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ടാക്സ് ഓഫീസർമാർ വന്ന് അവർ ചോദിച്ചു, ഉദ്യോഗസ്ഥന്മാർ അവരൊന്ന് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അനുതാപത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് ആഭിമുഖ്യത്തോടുകൂടി ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴേ പറഞ്ഞ്, നിങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്, കൈക്കൂലി വാങ്ങിക്കരുത്. എൻ്റെ അർത്ഥം കൈക്കൂലി വാങ്ങിക്കരുത്. അപ്പം നമ്മളൊക്കെ ഈ കൈക്കൂലിയൊക്കെ വാങ്ങിക്കാതിരുന്നാൽ തന്നെ അത് വലിയ അനുഗ്രഹമായിട്ട് മാറിച്ചിരിക്കുക. ആ ദൈവനാമത്തിൽ കാഴ്ചവെക്കണമെന്നേ ഉള്ളൂ. ഇത് ലുക്കായുടെ സുവിശേഷമാണ് 3, 11, 12, 13, 14 തിരുവചനങ്ങളിലെ. ഇതൊന്നും യഹൂദന്മാരോട് പറഞ്ഞതല്ല, അക്രൈസ്തവരോടും
അതായത് അയഹൂദന്മാരോട് പറഞ്ഞിട്ടുള്ളതാണ് ഇതെല്ലാം. എല്ലാവരോടും പൊതുവായിട്ട്, അതായത് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് പൊതുവായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതത് മനസ്സിലാക്കി ഇത് ഞങ്ങൾക്ക് ഇതിൻ്റെ ബാധകമൊന്നും അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ലഭിക്കത്തില്ല. അപ്പം ബാധകമാണെന്ന് പറഞ്ഞാൽ തീർന്ന കാര്യം, അതോടുകൂടി നിൻ്റെ കുടുംബം രക്ഷപ്പെടാൻ തുടങ്ങും. അച്ഛനീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും 101% സത്യമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾക്കും എല്ലാവർക്കും കർത്താവിൻ്റെ വചനം സ്വീകരിച്ച് നടപ്പിൽ വരുത്തി അനുഗ്രഹം പ്രാപിക്കുവാൻ സഹായിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തുതി സ്തുതി സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതെല്ലാം നമുക്കറിയാം, ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നിങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ ക്രൈസ്തവരാണ്, പക്ഷെ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിലാണ് ഇതുപോലുള്ള സൽപ്രവൃത്തികൾ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുന്നത് നിങ്ങളുടെ മനുഷ്യാത്മാവല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവാണ് അത് ചെയ്യണത്. പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാവരിലും ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. ക്രിസ്തുവിന് മുമ്പ് പ്രവർത്തിച്ചവരിൽ പോലും ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. കാര്യം എന്താണ്? ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ 12 വായിക്കും, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നുവെന്ന്. അപ്പം ക്രിസ്തുവിന് മുമ്പും പ്രവർത്തിച്ചവരിൽ, ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റൂത്തിനെ കണ്ടില്ല. ഇപ്പോൾ റൂത്ത് അവളുടെ ഭർത്താവ് മരിച്ചു, മഹാസങ്കടത്തിലായിപ്പോയി. അവളുടെ അമ്മായിയപ്പൻ മരിച്ചു. അപ്പോഴവളുടെ അമ്മായിയമ്മ നവോമി വിധവയായി. ഒരു കുടുംബം അങ്ങ് തന്നെ ഛിന്നഭിന്നമായി. നവോമി സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു പോരുമ്പോൾ റൂത്ത് പറഞ്ഞു. അപ്പോൾ റൂത്തിനോട് നവോമി പറഞ്ഞു, മോള് ഇപ്പം ഹസ്ബൻഡ് ഇല്ലല്ലോ നിനക്ക്, നീ ചെറുപ്പമല്ലേ, നീ നിൻ്റെ സ്വന്തം നാട്ടിൽ പോയി മോവാബ് ദേശത്ത് പോയി പുതിയ കല്യാണം കഴിച്ച് നീ ജീവിക്കൂ. ഈ വൃദ്ധയായ എന്നെ നോക്കി നിൻ്റെ ജീവിതം എന്തിനാ സ്പോയിൽ ചെയ്യണതെന്ന് നല്ല വാക്ക് പറഞ്ഞ് യാത്രയാക്കും റൂത്തിനെ. അപ്പം റൂത്ത് പറയണൊരു വാക്കുണ്ട്. എന്താണ്? ഞാൻ അമ്മയെ വിട്ട്, ഇപ്പം 1:6 റൂത്തിൻ്റെ പുസ്തകം 1:6, 1:9 വായിക്കുമ്പോൾ അമ്മയുടെ, അതായത് ഞാൻ അമ്മയെ വിട്ട് പോകത്തില്ല. നമ്മളിപ്പോൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്? ക്രിസ്തുവിന് മുമ്പുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവിനെക്കുറിച്ചാണ് സംസാരിക്കണത്. എപ്പോഴും മനസ്സിലാക്കണം, ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് മുമ്പുമുണ്ട്, ക്രിസ്തുവിന് ശേഷവുമുണ്ട്. ആരെല്ലാം നന്മ പ്രവർത്തികൾ ചെയ്യുന്നോ അത് ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഇറ്റ് ഈസ് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. ദാറ്റ്സ് എ പോയിന്റ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ അന്തരാളങ്ങളിലെ അന്തരാർത്ഥത്തിലെ മനസ്സിലാക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ചെയ്യട്ടെ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ മഹത്വം 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അനുഗ്രഹത്തിൽ അധിപതിയേ ആനന്ദകൃപാ പെരുമതിയേ
അനുഗ്രഹത്തിൻ അധിപതിയെ അനന്തകൃപ തീരുന്നതിയെ അനുദിനം നിൻ പദഗതിയെ അടിയനുമിൻ കൃപവതിയെ അനുദിനം നിൻ പദഗതിയെ അടിയനുമിൻ കൃപവതിയെ അനുഗ്രഹത്തിൻ അധിപതിയെ അനന്തകൃപ തീരുന്നതിയെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അമ്മയെ ഞാൻ വിട്ടു പോകത്തില്ല. അമ്മയുടെ നാടാണ് എൻ്റെ നാട്, അമ്മയുടെ ചർച്ചക്കാർ ആണ് എൻ്റെ ചർച്ചക്കാർ. എന്നിട്ട് റൂത്ത് ഒരു വാക്ക് പറയും. എന്താ പറഞ്ഞത്? അമ്മയുടെ ദൈവമാണ് എൻ്റെയും ദൈവം. റൂത്ത് 1:16 അമ്മയുടെ ദൈവമാണ് എൻ്റെയും ദൈവം എന്ന്. എന്നിട്ട് നമുക്കറിയാം ഇത് ഇവരിലെല്ലാം എന്തുമൊക്കെ ഒരു ഈ റൂത്ത് അവസാനം ബോവാസിനെ വിവാഹം കഴിക്കും. ബത്ലഹേമിൽ വന്ന് അവർക്ക് ഒബേദ് എന്ന് പറഞ്ഞ മകൻ ജനിക്കും. ഒബേദിന് പിന്നീട് ജെസ്സ ജനിക്കും. ജെസ്സയ്ക്ക് പിന്നെ ദാവീദ് ജനിക്കും. അങ്ങനെ ദാവീദ് വംശത്തിൽ ഈശോ ജനിക്കും. അപ്പോൾ ഇവർക്കെല്ലാം എന്തോ ഒരു ക്ലൂ ഉണ്ട് അവരുടെ ഉള്ളിലെല്ലാം. അവരിങ്ങനെയൊക്കെ പറയുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിക്കണ ഒരു ആത്മാവുണ്ട് റൂത്തിലുണ്ടത്. റാഹാബിലും അങ്ങനെ തന്നെയാണ്. റാഹാബിലെ ജെറിക്കോയിലെ റാഹാബ്, അപ്പോൾ ജെറിക്കോ പട്ടണം കീഴടക്കാൻ വേണ്ടി വരുമ്പോൾ റാഹാബ് ആ നഗര കവാടത്തിൽ താമസിക്കുന്നുണ്ടാവും. അവിടെയാണ് ഉറ്റുനോക്കാൻ വന്നവർ താമസിക്കുന്നത്. പക്ഷെ വേണമെങ്കിൽ അവരെ ഒറ്റിക്കൊടുക്കാം റാഹാബിനെ. റാഹാബ് ഒറ്റിക്കൊടുക്കത്തില്ല. റാഹാബ് ഒറ്റിക്കൊടുക്കാതെ റാഹാബ് പറയും, എനിക്ക് തോന്നണത് ഈ ദേശം നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന്. അപ്പം നമ്മൾ ജോഷുവ 2:9 വായിക്കുമ്പോൾ റാഹാബിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പിരിറ്റാണത്. എൻ്റെ മനസ്സ് പറയണേ, ഈ ദേശം നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് തരും. എന്നിട്ട് റാഹാബ് വേറെയും കുറച്ച് കാര്യം പറയും. 1:10 ചില പറയും, അതായത് ആകാശത്തിലും ഭൂമിയിലും കർത്താവല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയും. റാഹാബ് ആരാണ്? ഒരു വിജാതി സ്ത്രീയാണ്. റൂത്ത് ആരാണ്? ഒരു വിജാതി സ്ത്രീയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളിൽ വരണ ഒരു വാക്കില്ലേ, ഇപ്പം അവർ വിജാതി സ്ത്രീയാണെങ്കിലും അവരെ കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതേക്കുറിച്ച് പിന്നീട് പൗലോസ് പറയണത്, ഇപ്പം ജോഷുവ 1:9 അല്ല 2:9 റാഹാബ് പറയുന്നത് കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തരുമെന്ന് പറയുമ്പോഴും അതിലെല്ലാം ദൈവത്തിൻ്റെ ഒരു വചനമുണ്ട്. ദൈവത്തിൻ്റെ ഒരു നടക്കാൻ പോണ ഒരു പ്രവചനമാണിതെല്ലാം. ഈ അർത്ഥത്തിൽ റൂത്തും പ്രവാചികയാണ്. ഈ അർത്ഥത്തിൽ റാഹാബും പ്രവാചികയാണ്. വിജാതിയരാണ്, പക്ഷെ അവർ പ്രവാചകരാണ്. എന്താ കാര്യം? ദൈവികമായ പദ്ധതി അവരുടെ ഉള്ളിൽ ദൈവം പ്രചോദിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പിന്നീട് പത്രോസ്ലീഹ പറയും. അതായത് പത്രോസ്ലീഹ എന്നാ പറയണത്? 1 പത്രോസ് 1:10 നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെക്കുറിച്ച്, അതായത് ഈ റൂത്തിനും റാഹാബിനും മറ്റ് പ്രവാചകന്മാർക്കും അതാ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെക്കുറിച്ച് അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു. ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവൾ ഉണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള റൂത്തും അവരെ പ്രിസ്ക്രൈബ്ഡായിട്ട് അവരെ പ്രവാചകന്മാരെന്ന് വിളിക്കണില്ലെങ്കിൽ പോലും അവരാ ഫങ്ഷൻ ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. റൂത്തും പറഞ്ഞത് എന്താണ് പറയുന്നത്? അമ്മയുടെ ദൈവം എൻ്റെയും ദൈവം. അത് പ്രവചനമാണ് ശരിക്കും. പിന്നീട് അങ്ങനെ സംഭവിക്കുകയും ചെയ്യും. ബോവാസിനെ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അത് വരാൻ പോകുന്ന സംഭവമാണ് പറയണത്. അമ്മയുടെ ദൈവം എൻ്റെയും ദൈവം. റൂത്ത് 1:16. അത് തന്നെയാണ് ജോഷുവ 2:9 പറയണത്. എന്താ പറയണത്? ഈ ദേശം കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഭൂലോകത്ത് കർത്താവല്ലാതെ വേറെ ദൈവമില്ല, ഭൂമിയിലായാലും ആകാശത്ത്. റാഹാബ് പറയണതാണ്. അപ്പോൾ ഇവരെ കൊണ്ടെല്ലാം പറയിപ്പിച്ചത് ആരാണെന്നാണ്
ഈ പ്രവചനങ്ങളെല്ലാം പറയിപ്പിച്ചത് ആരാണെന്നാണ് പത്രോസ് പറയണത്. വിശുദ്ധ പത്രോസ് ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തമഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. ആര് മുൻകൂട്ടി പ്രവചിച്ചാലും അത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ് പ്രവചിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരുന്നതും റൂത്തിലുണ്ടായിരുന്നതും എല്ലാം ഇതുകൊണ്ടാണ് ഇവർ പിന്നീട് രക്ഷാവൃക്ഷത്തിലെ അമ്മമാരായിട്ട് മാറാൻ കാര്യം. രക്ഷാവൃക്ഷത്തിലെ കാര്യം ക്രിസ്തുവിൻ്റെ ആത്മാവ് വല്ല ഉണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ ആത്മാവ് വല്ല ഉണ്ടതുകൊണ്ടാണ് അവർക്ക് ആ പ്രവചനം കിട്ടിയത്, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ രക്ഷാവൃക്ഷത്തിലെ അമ്മമാരായിട്ട് മാറും പിന്നീട്. അതായത് റൂത്ത് ബോവാസിൻ്റെ പിതാവായിരുന്നു സാൽമോന്. ഇപ്പം നമ്മൾ മത്തായിയുടെ ശ്ലീഹായുടെ സുവിശേഷമൊക്കെ 1:5 വായിക്കുമ്പോൾ സാൽമോൻ ബോവാസിൻ്റെ പിതാവാണ്. അപ്പോൾ ബോവാസിൽ നിന്ന് ഒബേദ് ജനിച്ചു. റൂത്തിൻ്റെ ഭർത്താവാണ് ബോവാസ്. ഒബേദിൽ നിന്ന് ജസ്സെ ജനിച്ചു. ജസ്സയിൽ നിന്ന് ദാവീദ്. അപ്പോൾ നോക്കിയേ, ഇവർ രക്ഷാവൃക്ഷത്തിലെ അമ്മമാരെ റൂത്ത് മാറിയത് എന്തുകൊണ്ടാണ്? ഇവരിൽ ഈ ദൈവജ്ഞാനം, ദൈവാത്മാവ് കുടികൊണ്ടുപോകണം, ക്രിസ്തുവിൻ്റെ ആത്മാവ് കുടികൊണ്ടുപോകും. അതുകൊണ്ടാണ് പൗലോസ് പിന്നീട് ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ പൗലോസ് പറയും, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവരാണ് ക്രിസ്തുവിനുള്ളവരെന്ന്. ക്രിസ്തുവിനിപ്പോൾ നമ്മൾ റോമ 8:9 വായിക്കുമ്പോഴേ റോമ 8:9 വായിക്കുമ്പോൾ വളരെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വളരെ ഹൃദ്യമായി സംസാരിക്കുന്നുണ്ട് അവിടെ ഈ വിഷയത്തെക്കുറിച്ച്. ക്രിസ്തുവിൻ്റെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. റോമ 8:9 ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല. അപ്പോൾ റൂത്ത് ജഡികയല്ല ശരിക്കും. അതുപോലെ തന്നെ റാഹാബും ജഡികയല്ല. നമ്മളവരെ വേശ്യ പറയും. പക്ഷെ പ്രശ്നം എന്താ? ഇവരിലെല്ലാം ഈ ആത്മാവ് വസിക്കുന്നുണ്ട്, ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ സൂചനയായിട്ട്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് റോമ 8:9 പറയണത്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. റാഹാബ് ക്രിസ്തുവിനുള്ള ആളാണല്ലോ, റൂത്ത് ക്രിസ്തുവിനുള്ള ആളാണല്ലോ, താമര ക്രിസ്തുവിനുള്ള ആളാണല്ലോ. അപ്പോൾ താമര വേശ്യ എന്ന് പറയും, അതുപോലെ റാഹാബ് വേശ്യ എന്ന് പറയും. പക്ഷേ എപ്പോഴും നമ്മൾ കണക്കാക്കുന്ന പോലെയല്ല കാര്യങ്ങളുടെ പോക്ക്. എന്തെങ്കിലും പറയാമെന്നറിയാവോ? ഞാൻ പാപിയാണ്, എനിക്ക് ശിക്ഷ വിധിക്കും, ഇങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. മറിച്ച് അങ്ങനെയുള്ള നിരാശ ഉണ്ടാവരുത്. അതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കാത്തവരും ദൈവത്തെ അകന്നു പോകുന്നവരും ഇനിയിപ്പോൾ നമ്മളിനി പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടാനാണെന്ന് വിചാരിച്ചുകൊണ്ട് നിരാശയെ നിപതിക്കുന്നവരുണ്ട്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്. അതായത് നീ ദൈവത്തെക്കുറിച്ചോ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ ജീവിത ക്രമീകരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ദാറ്റ് യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ ആത്മാവിലാണ്. അപ്പോൾ നിങ്ങൾ ജഡികരല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം ജഡികരല്ല. അതുകൊണ്ടാണ് 8:9 പറയണത്, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവൻ ക്രിസ്തുവിനുള്ളവനാണ് അല്ല എൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവൻ ക്രിസ്തുവിനുള്ളവനാണ്. അപ്പോൾ റാഹാബിന് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് റാഹാബ് ക്രിസ്തുവിനുള്ള ആളാണ്. അതുകൊണ്ടാണ് റാഹാബ് ജീനിയോളജി വന്നത്. റാഹാബ് രക്ഷാവൃക്ഷത്തിൽ അമ്മയായി മാറാൻ കാര്യം അതാണ്. ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അക്രൈസ്തരാകാൻ ചിലപ്പോൾ പാപാവസ്ഥയിൽ കുമ്പസാരം അങ്ങനെ ഉള്ള കുദാശകളൊന്നും ഉണ്ടാകാവുന്ന ആ സാഹചര്യത്തിലല്ലായിരിക്കും ജീവിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ ദൈവത്തിൻ്റെ വചനത്തെ അനപേക്ഷിതമാവുകയും അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെച്ചാൽ യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. നിങ്ങൾ കർത്താവിൻ്റെ ആത്മാവിലാണ് നയിക്കപ്പെടുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റോമ 8:9
പാത അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനുള്ള വ്യക്തികളാണ്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. അതിനെല്ലാം സാർത്ഥമാക്കുന്ന ഒരു അടിപൊളി വചനം മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 1:11 ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ്. ആരിലാണ്? റാഹാവ്, റൂത്ത്, അതുപോലെയുള്ള വിജാതിയാരും ചിലപ്പോൾ പാപത്തിൽ അവസ്ഥപ്പെട്ടിട്ടുള്ള വ്യക്തികളും അവരിലുണ്ടായിരുന്ന പ്രവാചകന്മാരിലും ഉണ്ടായിരുന്ന പ്രവചിച്ചിട്ടുള്ള ദൈവവചനത്തെക്കുറിച്ചും ദൈവദേശത്തെക്കുറിച്ചും തിരഞ്ഞെടുക്കപ്പെട്ട ദേശത്ത് സഞ്ചരിച്ചെത്തുന്നതിനെക്കുറിച്ചൊക്കെ ആരെല്ലാം കർത്താവിൻ്റെ ദേശത്തെക്കുറിച്ച്. ഇനി ഇന്നത്തെ കാലത്ത് കർത്താവിൻ്റെ ദേശം എന്ന് പറയുന്നത് എന്താണ്? സ്വർഗമാണ്, നിത്യതയാണ്. യേശുക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് ദൈവപൈതലേ, നീ നിത്യതയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ ആത്മാവിനാണ് നയിക്കപ്പെടുന്നത്. അത് നീ തിരിച്ചറിയണം. അപ്പം അതിനെന്താ പറയണത്? അങ്ങനെയുള്ളവരെ അവരുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. അവരാകട്ടെ അത് എപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും ചെയ്തു. അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടിരുന്നു. അപ്പം അങ്ങനെ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ആരെങ്കിലും സൽപ്രവർത്തികൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്താൽ, സൽപ്രവർത്തികൾ ബൈബിള് വിഭാവന ചെയ്യുന്ന സൽപ്രവർത്തികൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്താൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനാലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനാലാണ് നയിക്കപ്പെട്ടുകൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്തെങ്കിൽ നിങ്ങൾ സഭയിലെ അംഗമാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഞാച്ചായപ്പെട്ട് കാണില്ല, പള്ളി വന്ന് കാണത്തില്ല, പക്ഷേ നിങ്ങൾ സഭയുടെ അംഗമാകും. എങ്ങനെയാണ് ആകണത്? കർത്താവിൻ്റെ അത് അങ്ങനെ ചെയ്യുന്നത് വഴി അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. അതായത് 1 പത്രോസ് 1:12 അവർ അപ്പം അങ്ങനെ സൽപ്രവൃത്തികൾ ചെയ്യുന്നത് വഴി അവർ തങ്ങളെ തന്നെയല്ല ശുശ്രൂഷിക്കണത്, മറിച്ച് ആരാണ്? നിങ്ങളെയാണ്. എൻ്റെ കമ്മ്യൂണിറ്റി ചേർച്ചിനെയാണ്, അതായത് ദൈവ ജനത്തെയാണ് ശുശ്രൂഷിക്കുന്നത്, സഭയാണ്. ദാറ്റ് മീൻസ് ദേ ആർ അനോണിമസ് മെമ്പേഴ്സ് ഓഫ് ദി ചേർച്ച്. അതായത് അവർ ചിലപ്പോൾ അനൗദ്യോഗികമായ അജ്ഞാത സഭയിലെ അംഗങ്ങളാണ്. അവർ കർത്താവിൻ്റെ മുമ്പിൽ സഭാ അംഗങ്ങൾ തന്നെയാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്. അവർ തങ്ങളെ തന്നെ, അത് 1 പത്രോസ് 1:12 അങ്ങനെ ചെയ്യുന്നവർ അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്, സഭയെയാണ് ശുശ്രൂഷിക്കുന്നത് എന്ന് അവർക്ക് വെളിപ്പെട്ടിരുന്നു. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി സുവിശേഷ പ്രസംഗകർ ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഞാനിപ്പോൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇതാ സുവിശേഷ പ്രസംഗകരാണ് ഇത് വെളിപ്പെടുത്തി കിട്ടുന്നത്. ശരിക്കും അതാണ് പത്രോസ് അങ്ങനെ പറയണത്. ഇവയിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു. അപ്പോൾ ദൈവികമായ രഹസ്യമാണ്. ആരെങ്കിലും യേശുവിൻ്റെ കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ വചനത്തിന് അനുപേക്ഷണീയമായി ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി നിങ്ങളുടെ സഹജീവികളെയും ആരെ സഹായിച്ചാലും അതെല്ലാം ക്രിസ്തുവിൻ്റെ ആത്മാവിലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവിലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ അനൗദ്യോഗികമായി സഭയുടെ അദൃശ്യമായിട്ടുള്ള മെമ്പേഴ്സാണ്.
സഭയിൽ അദൃശ്യമായിട്ടുള്ള മെമ്പേഴ്സ് ആണെങ്കിൽ, അംഗങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തു നേടിയെടുത്തുള്ള നിത്യരക്ഷ നിങ്ങൾക്കും ഈ ഒരു കാര്യം കൊണ്ട് ലഭിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ആരാധന ആരാധന. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ